അമേരിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ 20 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റ് കരതൊട്ടിരിക്കുകയാണ്. പിന്നാലെ മേഖലയിൽ വൻ പേമാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചൊവ്വാഴ്ചയാണ് ബോംബ് ചുഴലിക്കാറ്റ് കരതൊട്ടത്. പേമാരിയിൽ പലയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണതിന് പിന്നാലെ ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ വിവിധ മേഖലകളിൽ വൈദ്യുതി ബന്ധം നിലച്ചു. ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മേഖലയിൽ നൽകിയിട്ടുള്ളത്. ലഭിക്കുന്ന ചുഴലിക്കാറ്റുകളുടെ ഗണമായ ബോംബ് ചുഴലിക്കാറ്റാണ് കര തൊട്ടിട്ടുള്ളതെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ആകാശത്ത് നിന്ന് നദീജലം പ്രവഹിക്കുന്നത് പോലെയുള്ള രീതിയിൽ ജലം ഭൂമിയിൽ പതിക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നത്. പേമാരി ഭൂമിയിലേക്ക് പതിക്കുന്ന അളവിന്റെ തോതനുസരിച്ച് വിവിധ വിഭാഗങ്ങളാക്കിയാണ് ചുഴലിക്കാറ്റിനൊപ്പമുള്ള പേമാരിയെ വിശേഷിപ്പിക്കുന്നതും. ഇതിൽ വലിയ രീതിയിൽ മഴ കൊണ്ടുവരുന്ന ഗണത്തിലാണ് ഈ ചുഴലിക്കാറ്റും ഉൾപ്പെടുന്നത്. സൗത്ത് പോർട്ട്ലാൻഡ്, ഒറിഗോൺ, സാൻ ഫ്രാൻസിസ്കോയുടെ വടക്കൻ മേഖല എന്നീ പ്രദേശങ്ങളാണ് പേമാരി സാരമായി ബാധിക്കുക. മിന്നൽ പ്രളയത്തിനുള്ള മുന്നറിയിപ്പും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശുന്നത്. ഒറിഗോൺ, സീറ്റിൽ തീരമേഖലകളിൽ വലിയ രീതിയിൽ തിരമാലകൾ ഉയരും. 20 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് മുന്നിലുള്ളതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ വിശദമാക്കുന്നത്. വാഷിംഗ്ടണിന്റെ പടിഞ്ഞാറൻ മേഖല മുതൽ ഒറിഗോൺ മേഖല വരെ ശക്തമായ മഞ്ഞുവീഴ്ചയും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. 94,000 ആളുകൾക്കാണ് പടിഞ്ഞാറൻ വാഷിംഗ്ടണിൽ വൈദ്യുതി ബന്ധം നഷ്ടമായത്. ഒറിഗോണിൽ ഇത് 12,000 ആണ്. മഴ ലഭിക്കാത്ത പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച ശക്തമാകാനും ചുഴലിക്കാറ്റ് കാരണമാകുന്നുണ്ട്.